ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ശിശീന്ദ്ര ക്ഷേത്രത്തെക്കുറിച്ചാണ്. ഇത് തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ ശിശീന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു ത്രിമൂർത്തി ക്ഷേത്രമാണ്. ഇത് അറിയപ്പെടുന്നത് സ്ഥാണുമലയെ പെരുമാൾ ക്ഷേത്രം എന്നാണ്. ഇതിനകത്ത് എത്തുമ്പോൾ തന്നെ ധാരാളം കൽപ്രതിമകളും കൽത്തൂണുകളും കാണാം. അതുവഴി തന്നെ ക്ഷേത്രത്തിൻ്റെ പഴക്കം നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ മേൽക്കൂരയിൽ നല്ല പെയിൻറ്റിങ്ങും നമുക്ക് കാണാനായി കഴിയും. ഇതെല്ലാം കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പുറത്തുള്ള ചൂടകത്ത് അനുഭവപ്പെടുകയില്ല. അകത്ത് കയറിയാൽ നല്ല തണുപ്പാണ്. അകത്തോട്ട് ധാരാളം കാര്യങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. വീഡിയോ അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളാണ് കാണാനായി കഴിയുക. ഇത് അവിടെ ഒരു നല്ല ക്ഷേത്രക്കുളമുണ്ട്. അതിനടുത്ത് നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ്. പുറത്തുള്ള ഗോപുരത്തിന് 7 നിലകളുണ്ട്. 7 നിലകളും ധാരാളം കൊത്തുപണികളോട് കൂടിയവയാണ്. അതിമനോഹരമാണ്. മറ്റൊരു പ്രത്യേകത 22 അടി ഉയരമുള്ള ആഞ്ജനേയ വിഗ്രഹമാണ്. ഇത് ടിപ്പു സുൽത്താൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ മണ്ണിനടിയിൽ കുഴിച്ചിട്ടിരുന്നു. 1930 ശേഷമാണ് ഇത് വീണ്ടും എടുത്ത് ആരാധന തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു. ഈ അമ്പലത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. അതിൽ പ്രസിദ്ധമായ ഒരെണ്ണം നമുക്ക് നോക്കാം. അത്രി മഹർഷിയുടെ ഭാര്യ അനസൂയയുടെ പാതിവൃത്യവുമായി ബന്ധപ്പെട്ടതാണ്. അത്രി മഹർഷിയുടെ വാസസ്ഥലമായ ജ്ഞാനാരുണ്യം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഒരിക്കൽ മഴ പെയ്യാതായപ്പോൾ ദേവേന്ദ്രനെ പ്രതിപ്പെടുത്താൻ മഹർഷി ഹിമാലയത്തിലേക്ക് പോയി. ജ്ഞാനാരുണ്യത്തിൽ അനസൂയ ഒറ്റയ്ക്കാണെന്ന വിഷമം മഹർഷിക്കുണ്ടായിരുന്നു. എന്നാൽ എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമല്ലേ. അതുകൊണ്ട് അനസൂയയുടെ നിർബന്ധത്തിന് വഴങ്ങി മഹർഷി ഹിമാലയത്തിലേക്ക് പോയി. അദ്ദേഹത്തിന് യാത്രയാക്കുന്ന സമയം കാലി കഴുകിയ ജലം അവർ സൂക്ഷിച്ചു വച്ചു. ഭർത്താവിൻ്റെ അഭാവത്തിൽ തനിക്ക് ശക്തി നൽകുമെന്ന് അവർ വിശ്വസിച്ചു. ഭർത്താവിൻ്റെ അഭാവത്തിലും അവർ പൂജയും പ്രാർത്ഥനയുമായി കഴിഞ്ഞു. ഇത് മനസ്സിലാക്കിയ ദേവമഹർഷി നാരദൻ വഴി 3 ദേവിമാരുടെ ചെവിയിലും എത്തി. ഭർത്താവിനോടുള്ള ആത്മവിശ്വാസവും ഭക്തിയും മനസ്സിലാക്കിയ ദേവിമാർ അവരെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. തൻ്റെ ഭർത്താക്കന്മാരെ സന്യാസിമാരുടെ വേഷത്തിൽ ഇവിടേക്ക് അയച്ചു. അവർ ഇവിടെ എത്തി ഭിക്ഷയും ആഹാരവും ചോദിച്ചു. ഇത് കൊടുക്കാനായി വന്ന അനസൂയയോട് വിവസ്ത്രയായി വേണം ഭിക്ഷ തരാൻ എന്നവർ പറഞ്ഞു. അവർ അവരുടെ ഭർത്താവിൻ്റെ കാലുകഴിയ വെള്ളത്തിൽ ഒന്ന് നോക്കി. ഇവിടെ നിന്ന 3 സന്യാസിമാരും 3 കുഞ്ഞുങ്ങളായി മാറി. അവർ വിവസ്ത്രയായി അവർക്ക് ഭിക്ഷ നൽകി. ഇത് മനസ്സിലാക്കിയ ദേവിമാർ അവരോട് മാപ്പപേക്ഷിച്ചു. തൻ്റെ ഭർത്താക്കന്മാരെ പൂർവ്വസ്ഥിതിയിൽ നൽകണം എന്നവർ പറഞ്ഞു. അങ്ങനെയാണ് ഇത് ത്രിമൂർത്തി ക്ഷേത്രമായി മാറിയതെന്നും പറയപ്പെടുന്നു. എന്തുകൊണ്ടും അതിമനോഹരമായൊരു ക്ഷേത്രവും ക്ഷേത്രക്കുളവും ആണ്. നല്ലൊരു ആത്മസംതൃപ്തി നമുക്കതിനകത്ത് കയറിയാൽ തീർച്ചയായും കിട്ടും. ഒരിക്കലെങ്കിലും കാണാത്തവർ പോയി കാണണം. ബാക്കി നേർക്കാഴ്ചയായി നമുക്ക് കാണാവുന്നതാണ്.